അല്ല ഡ്രീം സ്വപ്നം വിചാരിച്ചാലേ അത് സ്വപ്നം കാണുക, അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ അതിലേക്ക് എത്തിക്കോളൂ. കുറേയായി കാണുന്നു. ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വീഡിയോ വേഗം തന്നെ ക്യാമറ കൊണ്ടുവന്നിട്ട് ഇത് ക്യാപ്ചർ ചെയ്യുന്ന നിർബന്ധം പറഞ്ഞിട്ട് എടുത്തൊരു വീഡിയോ ആണ്. കാര്യം എന്ന് വെച്ചാൽ നോർമലി സാധാരണ എല്ലാവരും വരുന്ന പോലെ പറയും, മാമിൻ്റെ ഫാനാണ്, വീഡിയോസ് എപ്പോഴും കാണാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു, ഞാൻ ഓക്കെ സ്ഥലമൊക്കെ ചോദിച്ചു, തലശ്ശേരിയാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെന്തോ പബ്ലിക്കായിട്ടുള്ള 1-2 കാര്യം സംസാരിച്ചു. അപ്പോൾ അവർക്ക് ഒരു മോശം അനുഭവം ഉണ്ടായി പബ്ലിക്കിൽ നിന്ന്. അപ്പോൾ ഞാനത് നമ്മളിപ്പോൾ പറയുന്നില്ല പേരൊന്നും. അപ്പോൾ ഞാൻ വേഗം തന്നെ പറഞ്ഞു, അതെന്താ അവരത് ചെയ്തത്, നമ്മളിതിന് അപ്പോൾ നിങ്ങളും പറഞ്ഞു അത് പ്രതികരിക്കണമെന്ന്. കാര്യം അവർ ഗവൺമെൻറ്റിൽ നിന്ന് സാലറി വാങ്ങിയാലും നമ്മളെല്ലാവരും അധ്വാനിച്ച് ശരിക്കും നമ്മളൊക്കെ ചോര നീരാക്കുന്ന ടാക്സും മറ്റേ ഇൻകം ടാക്സും അതൊക്കെയാണ് അവരുടെ സാലറി. അപ്പോൾ അവര് പിന്നെ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ എല്ലാവരും കുറ്റം പറയുന്നില്ലേ, ഒരാളും ആ ജോലിയുടെ മഹത്വം വിചാരിച്ചിട്ട് വരുന്ന ആൾക്കാരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെ ട്രീറ്റ് ചെയ്യണം. ഇവരിങ്ങനെ പറഞ്ഞപ്പോഴേക്കും വേറൊരു കാര്യം, ടോപ്പിക് വിട്ടുകൊണ്ട് വേറെ വെച്ചാൽ ഞാൻ 13 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. പല ടൈപ്പ് ഫാബ്രിക്സും മെറ്റീരിയലും എല്ലാം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെയും നമ്മൾ പുതിയ തേടിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഇവർ ബില്ല് ചെയ്യാൻ സമയത്ത് ഒരു വേർഡ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ഇതെന്തായാലും അതെനിക്ക് അറിയില്ല. അപ്പോൾ ഇവർ എന്നോട് ചോദിച്ചാൽ അത് അറിയില്ലേന്ന് ചോദിച്ചു. ഞാൻ ഇല്ല അറിയില്ല. ഞാൻ എന്നാൽ ശരി ഇതെല്ലാവർക്കും പബ്ലിക്, എനിക്കത് ഭയങ്കരമായിട്ടും ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ക്യാമറ ഓണാക്കാൻ പറഞ്ഞത്. കേൾക്കുന്നവർക്ക് എന്ത് തോന്നുന്നു അറിയില്ല, പക്ഷെ നിങ്ങൾ തന്നെ അത് പറ, എല്ലാവരും കേൾക്കട്ടെ. പേരെന്താ? സെലീന, തലശ്ശേരി എന്നല്ലേ? ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ അജ്രക്ക് മൊഡാല് അതെല്ലാം നമുക്ക് കംഫർട്ടാണ്. നമ്മൾ ആദ്യം പ്രിഫർ ചെയ്യുന്നത് കംഫർട്ടിനാണ്. അപ്പം നമ്മളെ ഡ്രസ്സിങ് ആണ് നമ്മളെ ഐഡൻറ്റിറ്റി. അപ്പം നമ്മൾ എന്താ പറയുക, തിളങ്ങുന്ന ഡ്രസ്സും ഭയങ്കര അൺകംഫർട്ട് ഫീൽ ചെയ്തിട്ട് ആളുകളെ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പല ടൈപ്പ് ഡ്രസ്സുകൾ നമ്മൾ കാണുന്നു. പക്ഷെ അവരെ പറ്റി പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ ചിന്തിച്ചെടുത്ത് ഞാൻ വിചാരിക്കുന്നത് കുറച്ചും കൂടി മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ് ഈ ടൈപ്പ് ഓഫ് ഡ്രസ്സ് പ്രിഫർ ചെയ്യുന്നത് കൂടുതൽ. അജ്രക്കും മൊഡാല്, പ്രത്യേകിച്ച് മൊഡാല്, അതൊന്നും ഒരു പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ വിലയോ ഒന്നും നമ്മളത് നോക്കുന്നില്ല ശരിക്കും. അതെ, കാരണം വെച്ചാൽ അതിൻ്റെ ശരിയാണ്. എനിക്കും ഞാൻ യൂസ് ചെയ്യുന്നത് അധികം കലങ്കാരി പ്രിന്റ്, ഇതുപോലെ നിങ്ങൾ പറഞ്ഞ നാച്ചുറൽ ഡൈ ഐറ്റമാണ്. കാര്യം അതെന്ന് വെച്ചാൽ അത് വളരെ നമ്മളെ ബോഡിയായിട്ട് നമ്മളെ ഒരു നാച്ചുറൽ ആയിട്ട്, അതായത് നമുക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തിളക്കോ ചിലപ്പോൾ അത് ഇട്ടിട്ട് പോകുമ്പോൾ, ഞാൻ അധികം ഇടുമ്പോൾ ഞാൻ പുറത്തൂടെ നടന്ന ആരും പറയില്ല ഞാനൊരു ഷോപ്പ് ഓണറാണ്. അപ്പൊ എന്റെ സ്റ്റാഫ് ഇങ്ങനത്തെ ഒന്നും ഇടില്ലേ, അത് ഫോൾസ് ഇതാ, അങ്ങനെയല്ല. ഈ അജ്രക്ക് ഇടുമ്പോ കുറച്ചും കൂടി നല്ല ഫീൽ എനക്ക് തോന്നുന്നത്, കുറച്ചും കൂടി ഒരു ഇതായിട്ടുള്ള. അപ്പൊ ഇവര് വേഗം പറഞ്ഞു ചെയ്തു, അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, നിങ്ങളടുത്ത് അജ്രക്ക് മോഡലൊക്കെ വാങ്ങുന്നവര് മെന്റലി സ്ട്രോങ് ഉള്ള ആൾക്കാർ. ഞാൻ അത് കേട്ടിട്ട് ഞെട്ടി, ഒപ്പീനിയനും കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും. അപ്പൊ ഞാൻ വേദന ഇവരടുത്ത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് വിൽക്കുന്ന ഞാനും ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ശരിക്കും സ്ട്രോങ് തന്നെ. അല്ല, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇവരെ ആ വാക്ക് ഇനി നമ്മൾ നോട്ട് ചെയ്യും അല്ലേ ധന്യ, ഇനി നമ്മൾ നോട്ട് ചെയ്യും എങ്ങനത്തെ ഉള്ള ആൾക്കാരാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്. ഉമ്മ ഉപയോഗിക്കാൻ അജ്രക്കും കലംകാരി ഏറ്റവും ഇഷ്ടമുള്ള. എനിക്ക് ഏറ്റവും ഇഷ്ടം കലംകാരിയാണ്. അജ്രക്ക് ഇപ്പൊ വന്നതാ, അതിനോട് വേറൊരു എന്താ പറയാ പ്രേമം എന്തോ ഒരു ഇതാ. കാരണം എന്താ വെച്ചാല് അത് ചിലവര് കലംകാരി ചോദിച്ചു വരാറുണ്ട്. കലംകാരി എന്ന് പറഞ്ഞ സാരി ആണെങ്കിലും ഞാൻ ചെറുതില് തൊട്ട് ഇപ്പോഴും അതിന്റെ ഫാഷന് മാറില്ല. അതേ ടൈപ്പ് ഇതെല്ലാം ഉണ്ട് നമ്മുടെ അടുത്ത്. പക്ഷെ എന്നാലും അത് നരച്ചു പോകുമ്പോൾ വീണ്ടും എടുക്കും. പിന്നെയും അപ്പൊ ആള് ദുബായിൽ എവിടെയല്ലേ? നിങ്ങള് കുവൈറ്റിലാണ്. അപ്പൊ സ്വന്തമായിട്ട് തുടങ്ങണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഞാൻ എന്തായാലും തുടങ്ങും. തുടങ്ങട്ടെ. കാര്യം എന്ന് വെച്ചാല് ഞാൻ 13 വർഷമായി ഞാൻ ഇതുപോലെ ഒരു 4500 രൂപയിൽ സ്റ്റാർട്ട് ചെയ്തതാ. ഒരു തുരുമ്പ് പിടിച്ച, ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ്. ഒരു തുരുമ്പ് പിടിച്ച അലമാരയിൽ നിന്ന് വലിയ ബാക്ക് സപ്പോർട്ട് ഒന്നുമില്ല. എൻ്റെ സിസ്റ്ററിന്റെ കയ്യിൽ നിന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി, ഒരു 4500 രൂപ ഒരു വള പണയം വെക്കാൻ വാങ്ങി. എന്നിട്ട് അത് പണയം വെച്ചിട്ട് 4500 രൂപയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു സംരംഭമാണ് ഇത്. എനിക്കതിൽ നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും. വലിയതാട്ടെ, സന്തോഷമുള്ളു. കാരണം ഇനി നിങ്ങളും തുടങ്ങുന്നു പറയുന്നുണ്ട് ഉറപ്പ്. കാരണം വെച്ചാൽ പറയാറ്, ഞാൻ ഇവരെ
അതിലെനിക്കത് ഞാൻ എന്തോ ഒരു ഫീൽ എനിക്ക് വരുന്നത്. നിങ്ങൾ ഉറപ്പാണ് നിങ്ങളെ ആ ഒരു സ്വപ്നം എന്തായാലും. ഞാനൊന്ന് തുടങ്ങി എന്നിട്ട് അത് ഡ്രോപ്പ് ചെയ്താന്ന് വെച്ചാൽ കുവൈറ്റിൽ നല്ലൊരു ഇതേ ഇല്ല ഓൺലൈനായിട്ട് ലൈസൻസ്ഡ് അല്ല. അപ്പൊ എനിക്കൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ട്. ലൈസൻസ് അല്ലാണ്ട് ചെയ്യുന്നത് അതൊരു തെറ്റാണല്ലോ. സത്യമാണ്. അതെ, അപ്പൊ എനിക്ക് നല്ല പൈസ കിട്ടുന്നുണ്ട്, ഷോപ്പിന്റെ റെന്റ് ഒന്നും കൊടുക്കണ്ടില്ല. പക്ഷെ ലൈസൻസ്ഡ് എല്ലാത്തും അപ്പൊ നിങ്ങളെ ഉള്ളിൽ അതൊരു ഒരു അത് വേണം. കാരണം നമ്മൾ എത്ര പൈസ അതാണ് അതിലുള്ളവരാ ഇത് രണ്ട് യൂസ് ചെയ്യാൻ. കാര്യം എന്ന് വെച്ചാൽ അപ്പൊ ഇല്ല അവർക്ക് അത് അത്ര പറഞ്ഞില്ലേ, നമുക്ക് വേണമെങ്കിൽ അതിൽ എത്ര പൈസ ഉണ്ടാക്കാം ബ്ലാക്ക് ആയിട്ടൊക്കെ. നല്ല പൈസ ആ വാങ്ങുന്ന പൈസ നിങ്ങൾക്ക് നേരോടെ വേണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടല്ലോ, അത് മതി. ഈ ഒരു ചിന്ത മതി നിങ്ങൾക്ക് വലുതാവാൻ. കാരണം ഇതേ ചിന്തയാണ് എനിക്കുള്ളത്. ഒന്നും കൂടി ഞാൻ പോയിട്ട് സ്റ്റാർട്ട് ചെയ്തോ തുടങ്ങിയിട്ട് ഇതേപോലെ ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ പൊന്നിന് നല്ല പൈസ എൻ്റെ അടുത്ത് കുറെ ഗോൾഡ് ഉണ്ട്. ഞാൻ എൻ്റെ തന്നെ ഓണായിട്ട് ഞാൻ തുടങ്ങും. നിങ്ങൾ തുടങ്ങിക്കോ. എന്താ സപ്പോർട്ട് വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്തുതരാം. എനിക്ക് എല്ലാവരും പ്രത്യേകിച്ച് ലേഡീസ് നമ്മൾ കാണുന്ന കുറേ പേര്, കാരണം നമുക്ക് ഫാമിലിയിലാണെങ്കിലും സൊസൈറ്റിയിലും ഒരു സപ്പോർട്ടിങ് ഇല്ലാണ്ട് അവരെ കയ്യിലൊരു പൈസ വേണം. ലേഡീസ് എന്ന് വെച്ചാൽ കുറെ എന്തുണ്ടെങ്കിൽ അവരെ ഉള്ളിൽ ഒതുക്കി വെക്കും. അവര് പുറത്ത് കാണിക്കും. അവരെ ഉള്ളിനുള്ളിൽ കുറേ സ്വപ്നങ്ങളുണ്ട്, കുറേ ആഗ്രഹങ്ങളുണ്ട്. മനസ്സിലായി, ഞാൻ അത്ര ആഗ്രഹങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇപ്പൊ ഓരോന്നോരോന്ന് സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങളെ ആഗ്രഹം എന്തായാലും സാധിക്കട്ടെ. എല്ലാരും മുഖം ഒന്ന് കണ്ടോ. ഭാവിയില് ഇല്ലില്ല കുഴപ്പമില്ല. ചിലപ്പോ ഭാവിയിലുള്ള ഒരു എന്റർപ്രണർ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇത് നോമ്പുകാലല്ലേ, എന്താ പറയാ നിങ്ങള് അല്ലാഹു സ്വീകരിക്കട്ടെ. സ്വീകരിക്കട്ടെ. അപ്പൊ എന്തായാലും ആ ഷോപ്പിലേക്ക് ഞാൻ വരും കേട്ടാ. ഉദ്ഘാടനം ചെയ്യാൻ ദൈവം അതും കൂടിയാ കേട്ടാ. ഡ്രീം ചെയ്യും നമ്മള്, വല്ലാണ്ട് ഡ്രീം ചെയ്യും. ഡ്രീമിങ് ഇല്ലേ? ഉണ്ട്, സ്വപ്നജീവിയാണ് ഞാൻ. ദൈവമേ, ഞാൻ ഞെട്ടിപ്പോയി. ഉദ്ഘാടനം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അപ്പൊ സന്തോഷം, ഭയങ്കര സന്തോഷം. കാരണം നിങ്ങളെപ്പോലുള്ള ഓരോരോ വ്യക്തികളാണ് എന്നെയും ഇതുപോലെ ഇവിടെ വരെ എത്തിച്ചതും മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതും. ചിലപ്പോൾ നമ്മൾ ബാക്കൗട്ട് ആകുമ്പോൾ ആരെങ്കിലും വരും. അപ്പൊ അത് പിന്നെയും കയറും. ഇടയ്ക്ക് താഴുമ്പോൾ അടുത്തൊരാൾ വരും. അങ്ങനെയാണ്. ഭയങ്കര സന്തോഷം.